ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങാക്കായും പിന്നെ ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മുരിങ്ങാക്കായി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ മുറിച്ച് വെച്ചതാണ്. പിന്നെ വലുതായതുകൊണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു തക്കാളി, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തത്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ ഞാനത് ഇടുന്ന വഴിക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ ഇതുപോലെ ഇതേ നീളത്തിൽ തന്നെയാണ് മുറിച്ചെടുത്തത്. മുരിങ്ങാക്കായുടെ നീളത്തിൽ, മുരിങ്ങാക്കായ ഇതിലപ്പുറം നീളം കൂട്ടണ്ട കേട്ടോ. അപ്പം നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങും മുരിങ്ങാക്കായും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും മുരിങ്ങാക്കായും വേകാൻ ആവശ്യമായ വെള്ളം കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഈ ചെറിയ മഗ്ഗിന് ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കത്തിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നമുക്ക്. സോറി ഗൈസ്, ഒരു കാര്യം വിട്ടുപോയി, അതിൽ ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ. നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും പിന്നെ മുരിങ്ങാക്കായും ഉണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാല റെഡിയാക്കാൻ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം നമ്മൾക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമ്മൾക്ക് 2 സവാള പൊടിയായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾക്ക് പൊടിയായി അരിഞ്ഞ ഒരു മീഡിയം സൈസ് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായി നമുക്ക് അത് ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾക്ക് അതിലേക്ക് മുറിച്ച് വെച്ച തക്കാളിയും പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായി തക്കാളിയും പച്ചമുളകും നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴണ്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്കതിലേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ അതിന് ശേഷം 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി. അപ്പോൾ ഇത് മുരിങ്ങാക്കായും ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഞാൻ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിരുന്നു. എന്നാൽ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ലേശം മുളക് പൊടി.
അപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ കുറച്ച് തന്നെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇച്ചിരി ചൂടുവെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്, കുറച്ച് മാത്രം. അപ്പോൾ ആ മെഴുക്ക് പുരട്ടി ഒന്ന് ഒരുപാട് ഡ്രൈ ആകാതിരിക്കാനാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും ഉടച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ മസാലയിലേക്ക് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി കൂടുതൽ തീ ഇട്ട് കൊടുത്താൽ അതെല്ലാം ഡ്രൈ ആയി പോവും. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പിന്നെ മുരിങ്ങക്കായ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള, വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല മെഴുക്ക് പുരട്ടിയാണ് കേട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.